Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT Adur. Today we are going to discuss the topic comparison of level and chase strategy in an industry, and it is from the subject Supply Chain and Logistics Management in S7 Mechanical Engineering. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു എന്താണ് ലെവൽ സ്ട്രാറ്റജി, എന്താണ് ചേസ് സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതിൻ്റെ കമ്പാരിസൺ എങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്, നമ്മൾ എന്താണ് ഒരു കമ്പനിയിൽ ഏത് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു കമ്പാരിസണാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റൻ്റ് വർക്ക് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കമ്പാരിസൺ, ഏതൊക്കെ പ്ലാൻസ് ആണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ലെക്ചറിന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ജനുവരി മന്തിലെ പ്രൊഡക്ഷൻ ഡേയ്സ്, ഫെബ്രുവരി മന്തിലെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത് തന്നെ. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണണം. ഓക്കെ, നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് എത്രയാണ്, നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് എത്രയാണ് എന്നുള്ളതെല്ലാം ഉണ്ടായിരുന്നു. സോ മന്ത്ലി വരുന്ന എക്സസ് ഇൻവെൻട്രി എത്രയാണ്, ഷോർട്ടേജ് എന്നുള്ളത് എത്രയാണ്, സോ എൻഡിങ് ഇൻവെൻട്രി ലെവൽ എത്രയാണെന്നുള്ളത് ബേസ് ചെയ്തു. സോ ടോട്ടൽ ക്യാരിയിങ് ഇൻവെൻട്രി, ക്യാരി ചെയ്ത് പോകുന്ന ഇൻവെൻട്രി 1850 എന്നുള്ളതാണ്. സോ വർക്ക് ഫോഴ്സിൻ്റെ 10 വർക്കേഴ്സ് വേണം, 50 ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഈ ഇൻവെൻട്രി കോസ്റ്റ് എത്രയാണ് വരുന്നത്, ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ്, സബ് കോൺട്രാക്റ്റിംഗ് കോസ്റ്റ് എത്രയാണെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷനാണ്. സോ ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വന്നത് 9250. അതായത് ഇൻവെൻട്രി ക്യാരി ചെയ്ത് പോകുന്ന ഇൻവെൻട്രി എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു നേരത്തെ ആ ടാബുലർ കോളത്തിൽ നിന്ന്. അതിൻ്റെ ചാർജസ് 5 per യൂണിറ്റ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 9250 എന്നുള്ളത്. റെഗുലർ ടൈം ലേബർ എന്നുള്ളത് വെച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എത്ര ഡേയ്സ് ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. 80 per ഡേ ആണ് നമ്മുടെ വേജസ് വരുന്നത്. 10 വർക്കേഴ്സ് വർക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞായിരുന്നു. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ടോട്ടൽ കോസ്റ്റ് വരുന്നത് എത്രയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് വർക്ക് ഫോഴ്സ് ആവറേജ് ഇൻവെൻട്രി ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ അതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. സോ ഇവിടെ രണ്ടാമത്തെ പ്ലാൻ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് വർക്ക് ഫോഴ്സ് ലോവസ്റ്റ് ലെവൽ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് മീറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കോൺസ്റ്റൻ്റ് വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ നമ്മൾ എല്ലാ മാസവും കഴിഞ്ഞ കേസിലെ ആവറേജ് ഇൻവെൻട്രി ആയിരുന്നു നമ്മൾ മീറ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ മാസങ്ങളിലുള്ള ഏറ്റവും കുറഞ്ഞ ഇൻവെൻട്രി ആയ 38 യൂണിറ്റ്സ് പ്രൊഡക്ഷനെ നമ്മൾ അവിടെ നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള യൂണിറ്റ്സ് അത്രയും നമ്മൾ എന്താണ് ചെയ്യുന്നത്, സബ് കോൺട്രാക്റ്റാണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും 38 വച്ചിട്ട് മിനിമം പ്രൊഡക്ഷൻ എന്നുള്ളത് വരികയാണ്. ആ 38 യൂണിറ്റിൻ്റെ മിനിമം പ്രൊഡക്ഷൻ വെച്ച് വരുന്നുണ്ട്. അതിൻ്റെ എത്ര യൂണിറ്റ്സ് ആണ് 124 ഡേയ്സിൽ 38 per ഡേ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ 4712 യൂണിറ്റ്സ് ആണ് നമ്മുടെ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ഉണ്ടായിരുന്ന നമുക്ക് വരുന്ന ഡിമാൻഡ്, നമുക്ക് ടോട്ടൽ ഡിമാൻഡ് 6200 ആയിരുന്നു. ആ 6200-ൽ 1488 യൂണിറ്റ്സ് നമ്മൾ സബ് കോൺട്രാക്റ്റ് ചെയ്യുകയാണ്.
ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ സബ് കോൺട്രാക്റ്റിങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആ ടാബുലർ കോളത്തിൽ 20 പെർ യൂണിറ്റ് ആണ് വരുന്നത്. സോ സബ് കോൺട്രാക്റ്റിങ്ങിന് ഉണ്ടാവുന്ന എമൗണ്ട് ഇത്രയാണ്. ആൻഡ് ഇവിടെ വരുന്നതിൽ റെഗുലർ ടൈം ലേബർ, ഈ റെഗുലർ ടൈം ലേബർ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് വന്നത് ഈ പറഞ്ഞ 7.6 വർക്കേഴ്സ് ഇൻറ്റു 80 പെർ ഡേ ഇൻറ്റു 124 എന്നുള്ളതാണ് വന്നേക്കുന്നത്. അതിൽ ആ 80 നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഡേറ്റ അവർ തന്നിട്ടുണ്ടായിരുന്നു. 124 ഡേയ്സ് നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഈ പറഞ്ഞ 7.6 വർക്കേഴ്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അവർ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ തന്നതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1.6 അവേഴ്സാണ് ആവശ്യമുള്ളത്. ഓക്കെ, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ളത് 1.6 അവേഴ്സാണ് ആവശ്യമുള്ളത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ദിവസം 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ആ 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? സിമ്പിളാണ്, നമുക്കറിയാം. 8 ഇൻറ്റു 1.6 ചെയ്താൽ മതി. 8 ഇൻറ്റു 1.6 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 യൂണിറ്റാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, 5 യൂണിറ്റാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 1.6 അവർ വെച്ച് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 യൂണിറ്റാണ് നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ലോവസ്റ്റ് ഡിമാൻഡായ 38 ആണ് നമുക്ക് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ളത്. 38 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ദിവസം 38 പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന 8 മണിക്കൂർ വർക്ക് ചെയ്താൽ 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എത്ര പേരെ വേണം, എത്ര ആൾക്കാരെ കണ്ടുപിടിക്കണം? 38 ഡിവൈഡഡ് ബൈ 5 ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 7.6 വർക്കേഴ്സ് എന്നുള്ള വാല്യൂ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേഷനിൽ 38 ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് 7.6 വർക്കേഴ്സ് എന്നുള്ളത് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ റെഗുലർ ടൈമിൻ്റെ കോസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഈ റെഗുലർ ടൈമിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് 7.6 ഇൻറ്റു 80 ഇൻറ്റു 124 എന്നുള്ളത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 75,392 എന്നുള്ളതും, സബ് കോൺട്രാക്റ്റിങ് ചെയ്തപ്പോൾ സബ് കോൺട്രാക്റ്റിങ്ങിന് ഒരു യൂണിറ്റിന് $20 എന്നുള്ള രീതിയിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് 1488 യൂണിറ്റ് അവിടെ സബ് കോൺട്രാക്റ്റ് ചെയ്യണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സബ് കോൺട്രാക്റ്റിങ്ങിന് 29,760 എന്നുള്ളത്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ കോസ്റ്റായ എത്രയാണ് വാല്യൂ എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 100,000, 5,152 എന്നുള്ള വാല്യൂ ആണ് വന്നേക്കുന്നത്. 1,05,152 എന്നുള്ള വാല്യൂ ആണ് വന്നേക്കുന്നത്. 1,05,152 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കോസ്റ്റ്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെ ഡിമാൻഡ് എത്രയാണ്, ഫോർകാസ്റ്റഡ് ഡിമാൻഡ് എത്രയാണ്, നമ്മുടെ ഈ വാല്യൂ നമ്മൾ ലോവസ്റ്റ് പ്രൊഡക്ഷനാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അതായത് 38 എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. സോ ബാക്കിയുള്ള എക്സസ് എത്രയാണ് വരുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ബാക്കിയുള്ള ഈ പറഞ്ഞ എക്സസ് എല്ലാം എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? നമ്മൾ മീറ്റ് ചെയ്യുന്നത് സബ് കോൺട്രാക്റ്റിങ് വഴിയാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്തെന്നുള്ളൂ. ഇത് രണ്ടാമത്തെ കണ്ടീഷൻ, രണ്ടാമത്തെ പ്ലാനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ പ്ലാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേരിയബിൾ വർക്ക് ഫോഴ്സ്, അതായത് ചേസ് സ്ട്രാറ്റജി വരുന്നതിൽ പ്രൊഡക്ഷൻ റേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? ചേസ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഫോർകാസ്റ്റഡ് ഡിമാൻഡ് എത്രയാണോ അതായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആയ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ചേസ് സ്ട്രാറ്റജി വരുമ്പോൾ പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റഡ് ഡിമാൻഡ് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പ്രൊഡക്ഷനെ അതനുസരിച്ച് വേരി ചെയ്യും. അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ചില സമയത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും, ഹയറിങ് ചെയ്യേണ്ടി വരും ലേബേഴ്സിനെ, ചില സമയത്ത് ലേ ഓഫ് ചെയ്യേണ്ടി വരും. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് അവിടെ ഉണ്ടാവും. ഓക്കെ, അത് എത്രയാണോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ടും കൂടെ അവിടെ
വരാറുണ്ട്. ടോട്ടൽ കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തെടുക്കാൻ നേരത്ത് നമുക്ക് വരുന്നത് അതിനെയും കൂടെ ബേസ്. സോ ജനുവരി മാസത്തിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഫോർകാസ്റ്റഡ് യൂണിറ്റ് 900 യൂണിറ്റ് ആണ്, ഡെയിലി 41 വെച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയെങ്കിൽ ബേസിക് പ്രൊഡക്ഷൻ വന്നപ്പോഴത്തേക്ക് എത്രയാണ്, നമ്മൾ ഡിമാൻഡിനെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ആ ടോട്ടൽ കോസ്റ്റ് ജനുവരി മാസത്തത് 14,400 എന്നുള്ള വന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ നമ്മൾ നേരത്തെ ആ ടാബുലർ കോളത്തിൽ നിന്ന് തന്നെ ഫെബ്രുവരി മാസം നമുക്ക് 700 യൂണിറ്റ് മതി. അപ്പോൾ ഡെയിലി പ്രൊഡക്ഷൻ 39 ആണ്. അപ്പം 41-ൽ നിന്നും 39-ലേക്ക് കുറഞ്ഞു. എത്രയാണ്? 2 യൂണിറ്റ് പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ 2 യൂണിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ലേ ഓഫ് കോസ്റ്റ് എത്രയാണ്? ലേ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടാബുലർ കോളത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 600 പെർ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ലേ ഓഫ് കോസ്റ്റ് പറഞ്ഞിരുന്നത് 600 പെർ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 യൂണിറ്റ് കുറയ്ക്കാനായിട്ട് $1,200 ആവുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്ത മാസം വന്നപ്പോഴത്തേക്കും നോക്കിയേ 39-ൽ നിന്നും 38 ആയി. അതായത് അവിടെ വീണ്ടും 1 യൂണിറ്റ് കുറയ്ക്കുകയാണ്. സോ അവിടെ നിങ്ങൾ ടാബുലർ കോളം നിങ്ങൾ വരച്ച് ചെയ്യാൻ നേരത്തെ, പ്രോബ്ലം ചെയ്യാൻ നേരത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 41-ൽ നിന്നുമല്ല 38-ലേക്ക് ആയത്, 39-ൽ നിന്നുമാണ് 38-ലേക്ക് ആയത്. കാര്യം ഓൾറെഡി നമ്മൾ അവിടെ 2 എംപ്ലോയീസിനെ 2 പേരെ നമ്മൾ പിരിച്ചു വിട്ടു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഈ പറഞ്ഞ 2 യൂണിറ്റ് കുറച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നുമാണ് വീണ്ടും ഒരു ഇത് കുറയ്ക്കാനായിട്ടുള്ളത്. സോ അതിന് ഉണ്ടാവുന്ന ചാർജസ് എത്രയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ ടോട്ടൽ ചാർജസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഓക്കെ, ടോട്ടൽ ചാർജസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് വന്നപ്പോഴത്തേക്ക് എന്താണ്, വീണ്ടും 57 ആയി. അതായത് 38-ൽ നിന്നും 57-ലേക്ക് ആവണമെന്നുണ്ടെങ്കിൽ 19 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ കൂട്ടണം. ആ 19 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹയറിംഗ് കോസ്റ്റ് ആണ് അവിടെ വരുന്നത്. നമുക്ക് നേരത്തെ ടേബുലർ കോളത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ഹയറിംഗ് കോസ്റ്റ് എത്രയാണ്? 300 ആണ്. സോ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടോട്ടൽ കോസ്റ്റ് വരുന്നത് ഏപ്രിൽ മാസത്തിലേക്കുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി ബാക്കി മെയ്യും ജൂണും കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇത്രയും ഈ പറഞ്ഞ ജനുവരി തൊട്ട് ജൂൺ വരെയുള്ള മാസങ്ങളിലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? 1,17,800, 1,17,800 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ അത് ഏത് സ്ട്രാറ്റജിയാണ്? ഇത് ചേസ് സ്ട്രാറ്റജി ചെയ്തപ്പോഴാണ് നമുക്ക് എന്താ വന്നത്, വേരിയബിൾ വർക്ക് ഫോഴ്സ് യൂസ് ചെയ്ത് ചേസ് സ്ട്രാറ്റജി എന്നുള്ളത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 1,17,000 എന്നുള്ളതാണ് നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. സോ ഇവിടെ വരുമ്പോഴത്തേക്കും മന്ത്ലി ഫോർകാസ്റ്റഡ് ഡിമാൻഡ് എത്രയാണോ അത് തന്നെയാണ് നമ്മുടെ ഡെയിലി മന്ത്ലി വാല്യൂ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. കാര്യം ഇവിടെ ചേസ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെയിം വാല്യൂ, സെയിം ലൈൻ തന്നെയായിരിക്കും വന്നേക്കുന്നത്. കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് 3 പ്ലാനിൻ്റെയും കൂടെ കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ 2 എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നത്. നിങ്ങൾക്ക് അറിയാം എത്രയാണ് പ്ലാൻ 2-ന് വന്നത് എന്നുള്ളത്. സോ ആ പ്ലാൻ 2-ന് നമുക്ക് നേരത്തെ പ്ലോട്ട് ചെയ്തതിൽ 1,08,000 എന്നുള്ളതാണ് പ്ലാൻ 2-ന് വന്നേക്കുന്നത്. അതുകൊണ്ട് പ്ലാൻ 2 ആണ് ഏറ്റവും കുറഞ്ഞ വാല്യൂ. അതായത് നമുക്ക് എന്താ മനസ്സിലായേ, ആ പ്ലാൻ എന്തായിരുന്നു അവിടെ നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവസ്റ്റ് ഇൻവെൻട്രിയും ബാക്കിയുള്ളത് സബ് കോൺട്രാക്റ്റിങ്ങും ചെയ്യുന്നതായിരുന്നു നമ്മുടെ ആ ഒരു പ്ലാൻ വന്നത്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ചേസ് സ്ട്രാറ്റജി ആണോ അതോ ലെവൽ സ്ട്രാറ്റജി ആണോ, ആവറേജ് ഇൻവെൻട്രി ആണോ അഡോപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ സബ് കോൺട്രാക്റ്റിംഗ് ആണോ കൊടുക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതേപോലെ കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. താങ്ക് യു.